കൂട്ടുകാരെ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിൽ നിങ്ങൾക്കെത്തുവാൻ കഴിയും. ഈ വചനങ്ങളൊന്ന് കേട്ടുനോക്കൂ. നിങ്ങളുടെ സഹോദരിയെപ്പറ്റി എത്രയാണോ നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതുമാത്രമേ ലോകത്തിലെ ഏതൊരു സ്ത്രീയെപ്പറ്റിയും സംസാരിക്കാവൂ. ഒരുപാട് ഗുണങ്ങൾ നിങ്ങളിലുണ്ടെങ്കിലും ഒരു ദോഷം നിങ്ങളിൽ അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ സർവനാശത്തിലെത്തിച്ചേരും. അറിവ് ആണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ലക്ഷ്യങ്ങളിലെത്തുവാൻ മുന്നോട്ടു പോകുന്നവരുടെ കൂടെയാണ് ഭാഗ്യം പോലും നിൽക്കുക. ഒരു പരാജിതനായ വ്യക്തിയിൽ നിന്നും ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. കാരണം ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് അയാളിൽ നിന്നും ലഭിക്കും. ബന്ധങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നാൽ ധർമ്മത്തിനേക്കാൾ ബന്ധങ്ങൾക്ക് സ്ഥാനം നൽകുകയും ചെയ്യരുത്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി അകലെയാണെങ്കിലും നമ്മുടെ സമീപം ഉള്ളതുപോലെ തോന്നും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നമ്മുടെ അടുത്തുണ്ടെങ്കിലും അകലെയായി തോന്നും. കഷ്ടവും ബുദ്ധിമുട്ടുകളും നമ്മുടെ ചങ്ങാതിമാരാണ്. സാഹസികമായി അതിനെ നേരിടുമ്പോഴാണ് വിജയം വരിക്കുക. നിങ്ങൾ വീണിടത്തുനിന്നും എഴുന്നേൽക്കാതെ ഇരിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത്. വീണുകഴിഞ്ഞാൽ അവിടെ നിന്നും എഴുന്നേൽക്കുക. വെറുപ്പ്, ദേഷ്യം, രോഗം, ശത്രുത ഇവയൊന്നും നിസ്സാരമായി കാണരുത്. ഇവയുടെ പരിഹാരങ്ങൾ പെട്ടെന്ന് കാണുക. ദൈവം വനങ്ങളിലോ ആകാശത്തോ അല്ല താമസിക്കുന്നത്, അത് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുകയും കണ്ണിൽ നോക്കാതെ സംസാരിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ പാഠം പഠിക്കണം. നിങ്ങളുടെ തെറ്റുകളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് തീരെ വില കൽപ്പിക്കാത്ത സ്ഥലങ്ങൾ, നിങ്ങളുടെ വാക്കുകളോട് തീരെ വില കൽപ്പിക്കാത്ത സ്ഥലങ്ങൾ, ഇവിടെ ഒരു കാരണവശാലും നിങ്ങളുടെ സമയം ചെലവഴിക്കരുത്. ദുഷ്ടതയുള്ള മനസ്സുകൾക്ക് ആരുടെ ജീവിതവും നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ അകലം പാലിക്കുക. ആരുടെ മുന്നിലും ന്യായീകരിക്കാതിരിക്കുക. കാരണം നിങ്ങളെ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. വിഡ്ഢികൾ എപ്പോഴും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അവിടെ നിന്നും മാറി നിൽക്കുക. ദുർബലരായ വ്യക്തികളോട് ഏറ്റുമുട്ടരുത്. കാരണം അവർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയില്ല. വീട്ടിലെ രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ മാത്രം വയ്ക്കുക. നിങ്ങൾ തുടങ്ങിവെച്ച കാര്യത്തെ പാതിവഴിയിൽ ഉപേക്ഷിക്കരുത്. ആരാണോ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ എപ്പോഴും സംതൃപ്തിയുള്ളവരായിരിക്കും. ചോദ്യങ്ങൾ അവനവനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരങ്ങൾ ഉള്ളിൽ നിന്നും വന്നു തുടങ്ങും. നിങ്ങൾക്ക് അറിവുകളുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. ഇല്ലെങ്കിൽ സംസാരം കുറയ്ക്കുക. കൂട്ടുകാരെ, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ശീലിക്കുക.